മലയാളിക്ക് ഓണസദ്യയെ ഒഴിച്ചു നിർത്തി ഓണത്തെപ്പറ്റി ചിന്തിക്കാനേ കഴിയില്ല. കൊച്ചി പോലെയുള്ള മെട്രോ നഗരങ്ങളിൽ പ്രധാനമായും ഓണസദ്യയ്ക്കായി കാറ്ററിംഗ് സർവീസുകളെയാണ് പ്രധാനമായും ആശ്രയിക്കാറുള്ളത്. അവശ്യ സാധനങ്ങളിൽ അരി മുതൽ പച്ചക്കറിക്ക് വരെ ഉണ്ടായ വില വർധനവ് ഓണസദ്യയുടെ വിലയെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ കൊച്ചിയിൽ നിന്നല്ല ഗ്രാമപ്രദേശത്ത് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഗ്രാമപ്രദേശത്തും ഇതിന് കൂടുതലായിട്ട് ആൾക്കാരുണ്ട്, ആവശ്യക്കാരുണ്ട്. ഇപ്പോൾ കൊച്ചിയിലെ സംബന്ധിച്ച് വീടുകളിൽ ഇപ്പോൾ എല്ലാം ഹോംലി ഫുഡ് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി കഴിക്കാൻ സാധിക്കില്ല. അതിനല്ല ഈ തിരക്കുള്ള കാലഘട്ടത്തിൽ നമുക്ക് എപ്പോഴും അതുപോലെ ഓർഡർ ചെയ്ത് ഫുഡ് കഴിക്കും സൗകര്യപ്രദമായിട്ട്. മറ്റൊന്ന് പറയുക, വീട്ടിൽ നമുക്ക് കൂടുതൽ സ്റ്റൈൽ എടുത്ത് ഫുഡ് ഉണ്ടാക്കേണ്ടി വരും. പിന്നെ അതിൻ്റെ പർച്ചേസ് കാര്യങ്ങൾ എല്ലാത്തിനും അതിൻ്റെ ബുദ്ധിമുട്ട് വരും. ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ റെഡി ടു ഈറ്റ്, അതായത് വീട്ടിൽ ചെന്ന് എത്തിച്ചു കൊടുക്കുകയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണവും. പിന്നെ തന്നെയല്ല, ആൾക്കാർക്ക് ശരീരം അനങ്ങാതെ അല്ലെങ്കിൽ കിച്ചണിൽ കയറാതെ ഫുഡ് കഴിക്കാനുള്ള ഒരു സാഹചര്യമാണ് കാറ്ററിംഗുകാർ ഒരുക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ സിറ്റിയിലാണെങ്കിലും പായസത്തിനോടാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിനകത്ത് തന്നെ കുറേ പേർക്ക് പാലട, പിന്നെ പടപ്രഥമൻ, അങ്ങനെ ഒരുപാട് ഐറ്റം ഓരോരുത്തർക്കും ഓരോ ഇതുണ്ട്. എന്നാലും കൂടുതലും പാലടയൊക്കെയാണ് ചോയ്സ് ആൾക്കാരുടെ. സദ്യയുടെ വിലയിൽ മാത്രമല്ല, പച്ചക്കറി പലചരക്ക്, ഗ്യാസ്, അതിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയാണ്. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. കാറ്ററിംഗുകാർ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഇടയ്ക്കാണ് നമ്മൾ റേറ്റ് പറഞ്ഞാലും കസ്റ്റമർക്ക് അത് ഉൾക്കൊള്ളാൻ ചിലപ്പോൾ സഹായിക്കുന്നവരില്ല. അതുകൊണ്ട് നമുക്ക് ഒരുപാട് റേറ്റും കാര്യങ്ങളും ഇട്ട് കൊടുക്കാനും പറ്റില്ല. അതായത് കാറ്ററിംഗ് മേഖലയാണ് ഏറ്റവും കൂടുതൽ വില വർദ്ധന ബാധിച്ചേക്കണം. അപ്പോൾ നമ്മളെ ഗ്യാസിന് വില കൂടി ഇപ്പോൾ എന്തോരം ഹോട്ടലുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ കൂട്ടിപ്പോയിട്ടുണ്ട്. അതൊക്കെ അതിനകത്ത് ഘടകമാണ്. അതിനകത്ത് ഒരുപാട് പ്രതിസന്ധികളുണ്ട് കാറ്ററിംഗുകാർക്ക്. നിലവിൽ കേരളയിൽ ഓണം ആഘോഷിക്കുമ്പോൾ ഇല പ്രധാനമായൊരു ഘടകമാണ്. ഓണസദ്യ തൂശനിൽ തന്നെ കഴിക്കുന്ന നിർബന്ധമുള്ള ആൾക്കാരാണ് കൂടുതലും മലയാളികൾ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ തൂശനിൽ തന്നെയാണ് ഇലസദ്യ കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഓണക്കാലമായതുകൊണ്ട് 7 രൂപ 8 രൂപയുള്ള ഇല ഓണക്കാലമാകുമ്പോൾ 12 രൂപ 13 രൂപയൊക്കെ വരും ഒരിലയ്ക്ക്. കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന്, ട്രിച്ചിൽ നിന്ന്, അവിടെ നിന്നൊക്കെയാണ് ഇല വരുന്നത്. എന്നാലും ഇപ്പം നിലവിൽ ഇലയ്ക്ക് വലിയ കുഴപ്പമില്ല, കിട്ടാനുള്ള സാഹചര്യമുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.